വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. എൻലൈറ്റ് എന്ന് പറയുന്നത് എഡ്ഫിൽ ലേണിംഗ് നെറ്റ് പേപ്പർ 2 സൈക്കോളജിക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു ഫ്രീ കോഴ്സാണ്. അപ്പം എല്ലാവരും ഏകദേശം ഇതിനോടകം തന്നെ എൻലൈറ്റ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാകും. അപ്പം കുറേ സെഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? എൻലൈറ്റിൻ്റെ അല്ലെങ്കിൽ സൈക്കോളജി ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള എമർജൻസ് ഓഫ് സൈക്കോളജീൻ്റെ കുറേ സെഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സൈക്കോളജി തോട്ട്സ് ഇൻ ഈസ്റ്റേൺ സിസ്റ്റത്തിൽ PYQ അനാലിസിസ് പാർട്ട് 4 ആണ്. മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൂഫിസം, പാത്ത് ഇൻ സൂഫിസം, ട്രയാഡിക് ഫൗണ്ടേഷൻ ഓഫ് സൂഫിസം. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ പാത്ത് ഇൻ സൂഫിസം? സെപ്റ്റംബർ 2020 ചോദിച്ച ചോദ്യമാണ്. പാത്ത് ഇൻ സൂഫിസവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എസ്റ്റാബ്ലിഷിംഗ് സെൽഫ് ആൻഡ് അസേർഷൻ, റിപ്പൻഡൻസ്, റെനൺസിയേഷൻ, പോവേർട്ടി, അനിലേഷൻ. ഓക്കെ, ഇങ്ങനെ ഒരു 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ഏതൊക്കെയാണ് പാത്ത് ഇൻ സൂഫിസമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതാ, ഒരു 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട് അല്ലേ. 1, 2, 3 and 5 ഓൺലി, 1, 2 and 4 ഓൺലി, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്നൊന്ന് നോക്കാം. അറേഞ്ച് ദ നഫ്സ് സെൽഫ് ഇൻ സൂഫിസം ഫ്രം ലോവർ ടു ഹയർ സെൽഫ്. ഓക്കെ, അപ്പം ലോവർ ടു ഹയർ സെൽഫ് ഒരു അസെൻഡിങ് ഓർഡറിൽ എന്ത് ചെയ്യാനാണ്? നഫ്സ്, സൂഫിസത്തിലെ സെൽഫിനെയാണ് നഫ്സ് എന്ന് പറയുന്നത്. ഒന്ന് അതിനെ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നവംബർ 2021 ചോദിച്ച ചോദ്യമാണ്. അപ്പം അതിൽ വരുന്നത് ഏതൊക്കെയാ? ദ സെൽഫ് പ്ലീസിങ് ടു ഗോഡ്, പ്യുവർ സെൽഫ്, ഇൻസ്പയർഡ് സെൽഫ്, സെറീൻ സെൽഫ്, ദ പ്ലീസ്ഡ് സെൽഫ്. ഇങ്ങനെ 5 ഓപ്ഷൻസ് ഇതിലും തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു അസെൻഡിങ് ഓർഡറും തന്നിട്ടുണ്ട് അല്ലേ, ഒരു 4 ഓപ്ഷൻസ്. ഓക്കെ, ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് തിരഞ്ഞെടുക്കുകയാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പോകാം. അതിനു മുന്നേ സൂഫിസം എന്താണ് എന്നുള്ളത് നമുക്ക് ബ്രീഫായിട്ടൊരു ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. സൂഫിസം എന്ന് പറയുന്നത് ഒരു അറബിക് വേർഡ് ആയിട്ടുള്ള സൂഫിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. സൂഫി എന്നുള്ള വാക്കിന്റെ അർത്ഥം വരുന്നത് എന്താണ്? വൂൾ എന്നാണ്. ഓക്കെ, ഇനി സൂഫിസം മെയിൻ ആയിട്ട് എയിം ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ടു ടീച്ച് പീപ്പിൾ ടു ലിവ് സിമ്പിൾ ഹാർമോണിയസ് ലൈഫ്. സിമ്പിൾ ആയിട്ട് ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കാനുള്ള ഒരു ടീച്ചിങ് ആണ് എന്ത് സൂഫിസം മെയിൻ ആയിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, സൂഫിസത്തിനെ സംബന്ധിച്ചിടത്തോളം ബോഡി വിൽ എൻഡ് ആഫ്റ്റർ ഡെത്ത് ബട്ട് റൂഹ് റിമെയിൻസ്. എന്താണ് ബോഡി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെ? ബോഡി എന്ന് പറയുന്ന സാധനം മരണത്തിന് ശേഷം അവസാനിക്കുകയും പക്ഷേ സോള് അല്ലെങ്കിൽ സ്പിരിറ്റ്, റൂഹ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അത് റിമെയിൻ ചെയ്തു പോവുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സൂഫിസത്തില് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് വിത്തൗട്ട് എനി ഇന്റർമീഡിയറ്റ്, അതിനാണ് കൂടുതൽ. ഒരു ഇന്റർമീഡിയറ്റ് ഇല്ലാതെ ഒരാൾക്ക് ഗോഡുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് സൂഫിസത്തിൽ പറയുന്നത്. സൂഫി വേർലിംഗ് മെഡിറ്റേറ്റീവ് ഡാൻസ് പ്രയർ, വേർലിംഗ് ആസ് എ ഫോം ഓഫ് ഡിവോഷൻ ടു ഗോഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഉസ്താദ് ഹോട്ടൽ പോലുള്ള സിനിമയിലൊക്കെ കാണാം, ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു ഡാൻസ് ഫോം കാണാം, ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നത്. അതാണ് എന്ത് സൂഫി വേർലിംഗ് എന്ന് പറയുന്നത്. അതൊരു മെഡിറ്റേറ്റീവ് ഡാൻസ് പ്രയർ ആണ് സൂഫിസത്തിൽ വരുന്നത്. ഓക്കെ, ഇതൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് സൂഫിസത്തിനെ പറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് പാത്ത് ഇൻ സൂഫിസത്തിലേക്ക് കടക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? പാത്ത് ഇൻ സൂഫിസത്തിൽ നിന്നായിരുന്നു. ഓക്കെ, അപ്പം പാത്ത് ഇൻ സൂഫിസം, ദ സൂഫി പാത്ത്, തരീഖ എന്നാണ് സൂഫി പാത്തിന് പറയുന്നത്. ഇൻവോൾവ്സ് എ ജേർണി ഓഫ് ഇന്നർ പ്യൂരിഫിക്കേഷൻ, ഡിറ്റാച്ച്മെന്റ് ഫ്രം ദ ഈഗോ ആൻഡ് യൂണിയൻ വിത്ത് ഡിവൈൻ. അപ്പം ഈ ഒരു സൂഫി പാത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇന്നർ പ്യൂരിഫിക്കേഷൻ ആയിട്ടും അതിനു വേണ്ടിയുള്ളതും ഡിറ്റാച്ച്മെന്റ് ഫ്രം ഈഗോ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഡിവൈനിലേക്കുള്ള ഒരു യൂണിയൻ, അപ്പൊ ഓൾമൈറ്റിയിലേക്കുള്ള ഒരു യൂണിയനും, ഇതെല്ലാമാണ് ഈ ഒരു സൂഫി പാത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഒരു ജേർണിയാണ് എന്ത് സൂഫി പാത്ത് അല്ലെങ്കിൽ തരീഖ എന്ന് പറയുന്നത്. ഓക്കെ, ദ മക്കാമത്ത് ആർ സ്പിരിച്വൽ മൈൽ സ്റ്റോൺസ് ദാറ്റ് എ സീക്കർ മസ്റ്റ് പാസ് ത്രൂ ഓൺ ദെയർ ജേർണി ടു യൂണിയൻ വിത്ത് ഗോഡ്. ഈ ഒരു ജേർണിയിൽ, ഗോഡുമായിട്ടുള്ള യൂണിയൻ ആയിട്ടുള്ള ഈ ഒരു ജേർണിയിൽ മക്കാമത്ത് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ മൈൽ സ്റ്റോൺ ആണ്. അതെന്തായാലും ആ ഒരു സീക്കർ അല്ലെങ്കിൽ ഫോളോവർ എന്ത് ചെയ്യണം? പാസ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് യൂണിയൻ വിത്ത് ഗോഡ് നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ഇതിലെ എന്തൊക്കെയാണ് നമ്മുടെ ആ പാത്തിൽ വരുന്ന സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, തൗബ. തൗബ എന്ന് പറയുന്നത് എന്താണ്? റിപ്പൻഡൻസ്.
എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വരുന്നത്. ഇതിന്റെ അറബിക് വേർഡും ഇംഗ്ലീഷ് വേർഡും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് വേർഡിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ തരുന്നുണ്ടാവുക, മേ ബി ചിലപ്പം അറബിക് വേർഡും ആയിരിക്കും. അപ്പം രണ്ടും ഒരേപോലെ പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ദിസ് ഈസ് ദ ഇനീഷ്യൽ സ്റ്റേജ് ബൈ സിൻസിയർലി repenting, acknowledging wrongdoing and making a fresh spiritual start. ആ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ് ആണ്. അപ്പം ഇതിലെന്താണ്, ആ ഒരു ആള് അല്ലെങ്കിൽ ആ ഒരു സീക്കർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ചെയ്ത തെറ്റ്, അവർ ചെയ്ത മിസ്റ്റേക്സ് എന്ത് ചെയ്യുന്നു, അവർ അക്നോളജ് ചെയ്യുന്നുണ്ട്, അതിൽ അവെയർ ആവുന്നുണ്ട്. അവരൊരു സ്പിരിച്വൽ ഫ്രഷ് സ്റ്റാർട്ടിലേക്കുള്ള ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആണ് എന്ത്, തൗബ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സദ് എന്ന് പറയുന്നത് ഡിറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ റെനൗൺസിയേഷൻ. Giving up love of worldly pleasure. The seeker reduces attachment to wealth, fame and ego-driven desires to focus on the soul. എല്ലാ വേൾഡ്ലി പ്ലഷേഴ്സും അവരുടെ ഫെയിമിനോടുള്ള, വെൽത്തിനോടുള്ള, ഈഗോ ഡ്രൈവൻ ഡിസയേഴ്സിനോടുള്ള അറ്റാച്ച്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യാണ്, അവർ റെഡ്യൂസ് ചെയ്യുകയും അവരുടെ സോളിനോട് അല്ലെങ്കിൽ റൂഹിനോട് അവർക്ക് എന്താണ് കൂടുതൽ ഫോക്കസ് അവർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റേജ് ആണ് എന്ത്, സുഹദ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ റെനൗൺസിയേഷൻ. ഓക്കെ, ഇനി മൂന്നാമത് വരുന്നതാണ് സബർ അല്ലെങ്കിൽ പേഷ്യൻസ്. ദ സീക്കർ ലേൺസ് ടു സ്റ്റേ സ്റ്റഡി ഡ്യൂറിങ് ഡിഫിക്കൽട്ടീസ് ആൻഡ് ട്രസ്റ്റ് ഗോഡ്സ് വിസ്ഡം. അവരുടെ കഷ്ടകാലമായിട്ടുള്ള അല്ലെങ്കിൽ കഷ്ടതകൾ നിറഞ്ഞ ആ ഒരു ടൈമിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, തളർന്നു പോകാതെ അവർ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പഠിക്കുകയാണ് ഈ ഒരു സ്റ്റേജിൽ. ഓക്കെ, അവര് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു കഷ്ടതകളെല്ലാം അവര് തരണം ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് ഉണ്ട്. ഇനി ശുക്ർ എന്ന് പറയുന്നത് എന്താണ്, ഗ്രാറ്റിറ്റ്യൂഡ്. Thankfulness for all of life situation. The seeker thanks God not only for ease but also for hardship, seeing it as a tool for growth. അവര് എല്ലാ ലൈഫിന്റെ എല്ലാ സിറ്റുവേഷൻസിനോടും തന്ന എല്ലാ സിറ്റുവേഷൻസിനും ദൈവത്തിനോട് നന്ദി പറയാണ്. അതിപ്പം മേ ബി നല്ലതായിരിക്കാം, മേ ബി ചീത്തതായിരിക്കാം, മേ ബി ഹാർഡ്ഷിപ്സ് ആയിരിക്കാം, ഡിഫിക്കൽട്ടീസ് ആയിരിക്കാം. അതിനൊക്കെ ദൈവത്തിനോട് അവരെന്ത് ചെയ്യുന്നുണ്ട്, നന്ദി പറയുന്നുണ്ട്. കാരണം ഈ ഹാർഡ്ഷിപ്സ് എല്ലാം അവരുടെ ഗ്രോത്തിനായിട്ടുള്ള ഒരു ടൂൾ ആയിട്ടാണ് അവര് കരുതുന്നത്. ആ ഒരു സ്റ്റേജ് ആണ് എന്ത്, ശുക്ർ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്. അവര് ദൈവത്തിനോട് എന്ത് ചെയ്യാണ്, ഒരു താങ്ക്ഫുൾനെസ് ആവുകയാണ്. ഇനി തവക്കുൽ അല്ലെങ്കിൽ ട്രസ്റ്റ് ഇൻ ഗോഡ്. അഞ്ചാമത്തേതായിട്ട് വരുന്നതാണ് തവക്കുൽ അല്ലെങ്കിൽ ട്രസ്റ്റ് ഇൻ ഗോഡ്. Relying fully on God. After doing their part, the seeker leaves the outcome to God without worry. അവര് അവരുടെ പാട്ട് ചെയ്തു കഴിഞ്ഞിട്ട് ബാക്കി ദൈവത്തിന് എന്ത് ചെയ്യാണ്, വിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവർ ദൈവത്തിൽ പൂർണ്ണമായിട്ടും റിലേ ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ ഔട്ട്കം എന്താണെന്നുള്ളത് അവര് ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. അവര് അവരുടെ പാർട്ട് വൃത്തിയായിട്ട് സിൻസിയർ ആയിട്ട് ചെയ്യുക, അത് മാത്രമാണ് അവര് ലക്ഷ്യം വെക്കുന്നത്. ഈ ഒരു സ്റ്റേജാണ് എന്ത്, തവക്കുൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റിദ അല്ലെങ്കിൽ കണ്ടന്റ്മെന്റ് അക്സെപ്റ്റൻസ്. റിദ അല്ലെങ്കിൽ റിള എന്നൊക്കെയാണ് പറയുക. പ്രൊണൗൺസിയേഷനിൽ അറബിക് വേർഡും ഇംഗ്ലീഷ് വേർഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. സോ ദ സീക്കർ ഇസ് നോ ലോങ്ങർ ജസ്റ്റ് പേഷ്യന്റ്, ദേ ജോയ്ഫുള്ളി അക്സെപ്റ്റ് വാട്ട് എവർ ഗോഡ് ചൂസസ്. അവർ പേഷ്യന്റ് ആവുക മാത്രമല്ല, അവര് ക്ഷമാശീലം പഠിക്കുക മാത്രമല്ല, അവർ എന്താണോ ദൈവം തരുന്നത് അത് സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യാനും ഇവിടെ പഠിക്കുന്നുണ്ട്. അതാണ് റിദ എന്നെങ്കിൽ പറയുന്നത്. ഇനി ഇഖ്ലാസ് എന്ന് പറയുന്നത് സിൻസിയറിറ്റി അല്ലെങ്കിൽ പ്യൂരിറ്റി ഓഫ് ഇന്റൻഷൻ. The seeker purifies their intentions from ego, pride or show, doing everything purely for God. അവരെന്ത് ചെയ്യുകയാണെങ്കിലും അത് ദൈവത്തിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. മേ ബി ഇപ്പോൾ ഒരു ചാരിറ്റി ചെയ്തു എന്ന് വിചാരിച്ചോ, ചിലവരെന്ത് ചെയ്യാൻ വേണ്ടി പുറത്ത് കാട്ടാൻ വേണ്ടി ചെയ്യും, അല്ലെങ്കിൽ ഒരു ഷോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രൈഡിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും, അവരത് ചെയ്യും. അപ്പം ഈ ഒരു സംഭവം അല്ലാതെ അത് ആരെയും അറിയിക്കാതെ അത് ദൈവത്തിന് പ്യുവർ ആയിട്ട് എന്ത് ചെയ്യാണ്, ദൈവത്തിന് മാത്രമായിട്ട് ചെയ്യുന്നതാണ് എന്ത്, ഇഖ്ലാസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജിൽ പറയുന്നത്. ഇനി എട്ടാമത്താണ് എന്ത്, മഹബ, ഡിവൈൻ ലവ്. The seeker's heart burns with love for the creator beyond duty or fear, loving God above all. എല്ലാത്തിനും ഉപരി ദൈവത്തിനെ സ്നേഹിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, അത് മാത്രമാണ് എന്താ അവരുടെ ഡ്യൂട്ടിയോ അവരുടെ പ്രശ്നങ്ങളോ പേടികളോ ഒക്കെ മറന്നിട്ട് ദൈവത്തിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ പറയുന്നത്. ഇനി ഒമ്പതാമത്തത് യക്കീൻ അല്ലെങ്കിൽ certainty. The seeker is no longer troubled by doubts. They have deep inner knowledge of
ഗോഡ്സ് റിയാലിറ്റി. ഗോഡ് എന്താണ് അല്ലെങ്കിൽ ഓൾമൈറ്റി എന്താണെന്നുള്ള റിയാലിറ്റി എന്താണ് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവർക്ക് അത്രയും അതിനെപ്പറ്റി അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സംശയവുമില്ല അതിനെപ്പറ്റി, ദൈവത്തിനെ പറ്റിയിട്ടോ ദൈവം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടോ ഇനി നോ ലോങ്ങർ അവർക്ക് ഒരു ട്രബിൾസോ അല്ലെങ്കിൽ ആ ഒരു സംശയം അവർക്കില്ല. എന്താണെന്നുള്ളത് അവർക്ക് അറിയാം. ഓക്കെ, ഇനി 10ാമത്തെ എന്താണ്? ഫക്ർ, സ്പിരിച്വൽ poverty. The seeker abandons all claims of I, me, mine. They became empty vessels aware they own nothing. ഞാൻ, എനിക്ക് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ മാറ്റി നിർത്തിയിട്ട് അവരൊരു ഒഴിഞ്ഞ പാത്രമായിട്ട് മാറുകയാണെന്നാണ് പറയുന്നത്. aware they own nothing. അവരൊന്നും ഓൺ ചെയ്യുന്നില്ല, അവർക്കൊന്നും സ്വന്തമായിട്ടില്ല, ഒക്കെ ദൈവത്തിൻ്റെതാണ് എന്നുള്ള കൺസെപ്റ്റാണ് എന്ത്, ആ ഒരു സ്പിരിച്വൽ പോവേർട്ടി അല്ലെങ്കിൽ ഫക്ർ എന്ന് പറയുന്നത്. ഇനി 11ാമത്തതാണ് എന്ത്? ഫന, annihilation of the self. The seeker loses their sense of separate self. Only God remains in their awareness. അവർ വേറൊരാളാണ്, ഒരു സെപ്പറേറ്റ് സെൽഫ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മറക്കുകയാണ്. അവരെന്താണ്? ദൈവത്തിന് മാത്രമാണ് അവർ അവയർനെസ്, അവരുടെ അവയർനെസ്സിൽ ദൈവം മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് വരുന്നത് ബഖ, the subsistence in God. The seeker returns to the world but now lives with awareness, compassion and divine love. അവർ വേൾഡിലേക്ക് തിരിച്ചെത്തുകയാണ്. പക്ഷെ ഇപ്പൊ അവർക്ക് എന്തറിയാം? ദൈവത്തിനോടുള്ള അവരുടെ സ്നേഹവും അവരുടെ കമ്പാഷനും അവയർനെസ്സും ഒക്കെ അവരിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേജ് ആണ് എന്ത്? ബഖ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ PYQ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ പാത്ത് ഇൻ സൂഫിസം. അപ്പം നമ്മൾ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞതിൽ കേട്ട ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. പറ്റുകയാണെങ്കിൽ അതൊന്ന് നിങ്ങൾ കമൻറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. ഇനി എസ്റ്റാബ്ലിഷിങ് സെൽഫ് ആൻഡ് അസേർഷൻ, നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞതിലേക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാനത് പറഞ്ഞിട്ടില്ല. അപ്പം റെപ്പൻഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. റെനൻസിയേഷൻ ഉണ്ട്, പോവേർട്ടി ഉണ്ട്, അനിഹിലേഷൻ ഉണ്ട്. അപ്പം നമ്മുടെ ആൻസേഴ്സ് ഏതൊക്കെയാണ് വരിക? 2, 3, 4 ആൻഡ് 5. ആൻസേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? 2, 3, 4 ആൻഡ് 5 ഓൺലി, അതായത് ഓപ്ഷൻ ഡി. അപ്പം നിങ്ങൾ അതിൻ്റെ അറബിക് വേർഡും ഇംഗ്ലീഷ് വേർഡ്സും ആ സ്റ്റേജസും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. ഇതിലിപ്പോൾ തരാത്ത ചില ഓപ്ഷൻസ് ആയിരിക്കും മേ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ തരിക. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് സൂഫിസത്തിൻ്റെ ട്രയാഡിക് ഫൗണ്ടേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ട്രയാഡിക് ഫൗണ്ടേഷൻ ഓഫ് സൂഫിസം. The principal aspects of the human being and their relationship comprise the triadic foundation of Sufi psychology. അപ്പോൾ സൂഫി സൈക്കോളജിയിൽ വരുന്ന ഒരു ട്രയാഡിക് ഫൗണ്ടേഷൻ ഉണ്ട് അല്ലേ. അപ്പം അതിന് 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ദ നഫ്സ്, ദ ഖൽബ്, ദ റൂഹ്. അപ്പം നഫ്സ് എന്ന് പറയുന്നത് സൂഫിസത്തിൽ എന്താണ്? സെൽഫാണ്. ഖൽബ് എന്ന് പറയുന്നത് ഹാർട്ടാണ്. റൂഹ് എന്ന് പറയുന്നത് സ്പിരിറ്റ് അല്ലെങ്കിൽ സോളാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പോകാം. നഫ്സിനെ പറ്റിയാണ് നമ്മൾ പോകുന്നത്. നഫ്സ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നഫ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇപ്പം സൂഫിസത്തിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെന്തായാലും ഒരു 50 to 60% നഫ്സിൽ നിന്ന് വരാൻ എന്തായാലും ചാൻസ് ഉണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്? നഫ്സ് എന്ന് പറയുന്നത്. അപ്പം നഫ്സ് സെൽഫ്. ഓക്കെ, സൂഫിസത്തിൽ സെൽഫ് എന്നാണ് നഫ്സിനെ പറയുന്നത്. ഇന്നർ സൈഡ് ഓഫ് ഹ്യൂമൻ ദാറ്റ് ഗിവ്സ് ബർത്ത് ടു ബിഹേവിയർ. ഹ്യൂമൻ്റെ ബിഹേവിയറിന് കാരണമാകുന്ന അവരുടെ ഇന്നർ സൈഡിനെയാണ് നമ്മൾ എന്ത്? നഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നഫ്സ് ഓർ സെൽഫ് ഇസ് ഡെവലപ്ഡ് ഫ്രം ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മെറ്റീരിയൽ നേച്ചർ വിത്ത് വിച്ച് ഈച്ച് ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീയിങ് ഇസ് ബോൺ. ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് അവരുടെ ചുറ്റുമുള്ള നേച്ചർ, മെറ്റീരിയൽ നേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ നഫ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ നഫ്സിനെ അല്ലെങ്കിൽ സെൽഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് സൂഫിസത്തിൽ പറയുന്നത്. ഇനി 7 ലെവൽസ് ഓഫ് നഫ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവരുടെ ഗ്രോത്തിന്, ഒരു മനുഷ്യന്റെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ 7 ലെവൽസ് ഓഫ് നഫ്സ് ആണെന്നാണ് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നാണ് നിങ്ങളുടെ PYQ2 ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പം ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഇവിടെയും ഇംഗ്ലീഷും അതേപോലെ അറബിക് വേർഡും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി ഇംഗ്ലീഷിൽ വരുന്ന വാക്കായിരിക്കും വരിക, ഇല്ലെങ്കിൽ അറബിക് വേർഡ് ആയിരിക്കും വരിക. ഓക്കെ, ഇനി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? കമാൻഡിങ് സെൽഫ് അല്ലെങ്കിൽ നഫ്സ് അൽ അമാറ.
Ego is dominated by base desires, instincts and worldly temptation. It encourages individuals to indulge in negative behaviors and disregard moral or spiritual values. ഈ ഒരു സ്റ്റേജിൽ എന്ന് പറയുന്നത് അവരുടെ ഈഗോ അവരുടെ ഡിസയേഴ്സും ഇൻസ്റ്റിങ്സും അല്ലെങ്കിൽ വേൾഡി ടെംപ്റ്റേഷനും ഒക്കെ ആയിട്ട് ഡോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇൻഡിവിജ്വലിനെ നെഗറ്റീവ് ബിഹേവിയറിലേക്ക് കാട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഡിസ്റിഗാർഡ് മോറൽ ഓർ സ്പിരിച്വൽ വാല്യൂസ്, അവരുടെ മോറൽ സ്പിരിച്വൽ വാല്യൂസിന് അപ്പുറമായിട്ട് അവരുടെ നെഗറ്റീവ് അല്ലെങ്കിൽ അവരുടെ ഡിസയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് നെഗറ്റീവ് ബിഹേവിയറിന് കാരണമാകുന്നുണ്ട്. ഇതാണ് എന്ത് കമാൻഡിങ് സെൽഫ് അല്ലെങ്കിൽ നഫ്സ് അൽ അമാറയിൽ പറയുന്നത്. ഇനി റിഗ്രറ്റ്ഫുൾ സെൽഫ് അല്ലെങ്കിൽ നഫ്സ് അൽ ലവാമ. അറ്റ് ദിസ് സ്റ്റേജ് the individual begins to experience guilt and remorse after engaging in negative actions. അപ്പം ഈ ഒരു സ്റ്റേജിൽ എന്തുണ്ട്, അവർ നെഗറ്റീവ് ആക്ഷൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് പക്ഷെ ഇവർ തിരിച്ചറിഞ്ഞിട്ട് അവിടെ ഒരു ഗിൽട്ട് അല്ലെങ്കിൽ പശ്ചാത്താപവും അല്ലെങ്കിൽ ഒരു കുറ്റബോധമൊക്കെ അവർക്ക് തോന്നി തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് എന്ത് നഫ്സ് അൽ ലവാമ എന്ന് പറയുന്നത്. There is an awareness of wrongdoing and a tendency to self-criticize and blame. അപ്പം അവരെ തെറ്റ് ചെയ്യുന്നത് അവർക്ക് അവയർനെസ് ആവുന്നുണ്ട്, കൂടാതെ സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ സെൽഫ് ബ്ലെയിം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവരിൽ ഉണ്ടാകുന്നുണ്ട്. ഇതാണ് എന്ത് സെക്കൻഡ് ആയിട്ടുള്ള റിഗ്രറ്റ്ഫുൾ സെൽഫ് അല്ലെങ്കിൽ നഫ്സ് അൽ ലവാമ. ഇനി തേർഡ് വൺ ആണ് എന്ത് ഇൻസ്പയർഡ് സെൽഫ് അല്ലെങ്കിൽ നഫ്സ് അൽ മുലീമ. അപ്പം ഹിയർ ഡിവൈൻ ഗൈഡൻസ് ആൻഡ് ഇൻസ്പിറേഷൻ സ്റ്റാർട്ട് ടു ഇൻഫ്ലുവൻസ് ദ ഇൻഡിവിജ്വൽസ് തോട്ട്സ് ആൻഡ് ആക്ഷൻസ്. അപ്പം ഇൻഡിവിജ്വലിന്റെ തോട്ട്സിനെയും ആക്ഷൻസിനെയും ഡിവൈൻ ഗൈഡൻസും ഇൻസ്പിറേഷനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ദ പേഴ്സൺ ബിക്കംസ് മോർ അലൈൻഡ് വിത്ത് സ്പിരിച്വൽ ആൻഡ് മോറൽ പ്രിൻസിപ്പിൾസ് ദോ ഈഗോയിക് ടെൻഡൻസീസ് മേ സ്റ്റിൽ ബി പ്രസന്റ്. ഇവിടെ ഈഗോയിക് ടെൻഡൻസീസ് പ്രസന്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൂടുതലും സ്പിരിച്വൽ അല്ലെങ്കിൽ മോറൽ പ്രിൻസിപ്പിൾസിലേക്ക് അലൈൻ ചെയ്ത് പോകാൻ തുടങ്ങുന്ന സ്റ്റേജ് ആണ് എന്ത് ഇൻസ്പയർഡ് സെൽഫ്. അവർ ഇൻസ്പയർ ചെയ്യാണ് എന്ത് അവരുടെ സ്പിരിച്വലിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് വൺ ആണ് എന്ത് സെറീൻ ഓർ സെക്യൂർ സെൽഫ് നഫ്സ് അൽ മുത്തമിന. അപ്പം this level represents a state of spiritual peace and contentment. Spiritual peace and contentment. The individual has largely overcome their ego, found inner harmony and set peace with God's will. ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പം ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിൽ എത്തുമ്പോൾ എന്താണ് ഒരു സ്പിരിച്വൽ പീസിന്റെ ഒരു മൈൻഡ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ കണ്ടന്റ്മെന്റിന്റെ മൈൻഡ് സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യാണ് ആൾക്കാർ എത്തി തുടങ്ങുന്നുണ്ട്. അപ്പം ഇൻഡിവിജ്വൽ ഹാസ് ലാർജ്ലി ഓവർകം ദെയർ ഈഗോ അവരുടെ ഈഗോ അല്ലെങ്കിൽ ഇൻസ്റ്റിങ്ച്വൽ ഡിസയേഴ്സ് എന്നൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട് ലാർജ്ലി ഓവർകം ചെയ്ത് വരികയും അവരൊരു ഇന്നർ ഹാർമണിയും ഒരു ദൈവത്തിലെ ഒരു പീസും ഇന്നർ പീസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവരെ അച്ചീവ് ചെയ്യുന്ന സ്റ്റേജ് ആണ് എന്ത് സെറീൻ ഓർ സെക്യൂർ സെൽഫ് അല്ലെങ്കിൽ നഫ്സ് അൽ മുത്തമഇൻഹ. ഇനി ഫിഫ്ത്ത് വൺ ആണ് എന്ത് പ്ലീസ്ഡ് ഓർ കണ്ടന്റ് സെൽഫ് നഫ്സ് അൽ റാദിയ. പ്രൊണൗൺസിയേഷനിൽ വ്യത്യാസമുണ്ട്, അറബിക്ക് പറയുമ്പോൾ റാഴിയ എന്നൊക്കെയാണ് പറയുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അറ്റ് ദ സ്റ്റേജ് the individual not only find peace but is also content with whatever God has ordained. ഇവിടെ ഇവര് പീസ് ഫൈൻഡ് ചെയ്യുക മാത്രമല്ല അവരെന്താണ് അവർ സംതൃപ്തി അണയാണ് കണ്ടന്റ് ആവണം എന്ത് വിത്ത് വാട്ട് എവർ ഗോഡ് ഹാസ് ഓർഡൈൻഡ്. ദൈവം എന്ത് തരുന്നോ അതിൽ സംതൃപ്തി അണയുന്നും കൂടി ഉണ്ട്. They have fully surrendered to divine will. ദൈവത്തിന്റെ ആഗ്രഹങ്ങളിൽ അവർ ഫുള്ളി സറണ്ടർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് പ്ലീസ്ഡ് ഓർ കണ്ടന്റ് സെൽഫ് നഫ്സ് അൽ റാദിയ. സിക്സ്ത് വൺ ഇസ് പ്ലീസിംഗ് സെൽഫ് അല്ലെങ്കിൽ നഫ്സ് അൽ മർദിയ. This level signifies that the individual's action and character have become pleasing to God. ഒരു ഇൻഡിവിജ്വലിന്റെ ആക്ഷനും ക്യാരക്ടറും ഒക്കെ എന്ത് ചെയ്യാണ് ദൈവത്തിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത്. ദ ഈഗോ ഹാസ് ബീൻ റിഫൈൻഡ് ആൻഡ് അലൈൻഡ് വിത്ത് ഡിവൈൻ പ്ലഷർ. ഈഗോ എന്താവുന്നുണ്ട് ഡിവൈൻ പ്ലഷർ, ദൈവത്തിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഈഗോ അവർ മാറ്റി നിർത്തുകയും അവര് കൂടുതൽ അവരുടെ ആക്ഷൻസും ക്യാരക്ടേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് വൺ ആണ് എന്ത് പ്യുവർ സെൽഫ് അല്ലെങ്കിൽ നഫ്സ് അൽ സഫിയ. ദിസ് ഈസ് ദ ഹൈയസ്റ്റ് ലെവൽ ഓഫ് നഫ്സ്. അപ്പം ഹൈയസ്റ്റ് ലെവലും ലോവസ്റ്റ് ലെവലും ആയിട്ട് അറേഞ്ച് ചെയ്യാൻ ആയിരുന്നു നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം ഇതാണ് എന്ത് നമ്മുടെ ഹൈയസ്റ്റ് ലെവൽ ഓഫ് സെൽഫ്. ഓക്കെ, ഇനി റെപ്രസെന്റിങ് കംപ്ലീറ്റ് പ്യൂരിഫിക്കേഷൻ ആൻഡ് ഈഗോ അനിലേഷൻ. അപ്പം
ഒരു കംപ്ലീറ്റ് പ്യൂരിഫിക്കേഷൻ, ഇന്നർ പ്യൂരിഫിക്കേഷൻ ആണ്. ഒരു മനുഷ്യന്റെ കംപ്ലീറ്റ് ഇന്നർ പ്യൂരിഫിക്കേഷനും കൂടാതെ ഈഗോനെ ഉന്മൂലനം ചെയ്യാന്നുള്ള അർത്ഥമാണ് അനിഹിലേഷനിൽ വരുന്നത്. അപ്പം മുഴുവനായിട്ട് ഒഴിവാക്കുക എന്നുള്ള ഒരു സ്റ്റേജ് ആണ് എന്ത്? പ്യൂർ സെൽഫ് അല്ലെങ്കിൽ നഫ്സൽ സഫിയ. ദ ഇൻഡിവിജ്വൽ ഹാസ് അറ്റൈൻഡ് സ്പിരിച്വൽ പെർഫെക്ഷൻ ആൻഡ് ഇസ് ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ ഡിവൈൻ കോൺഷ്യസ്നസ്. ഡിവൈൻ കോൺഷ്യസ്നെസ്സിലേക്ക് മുഴുവനായിട്ട് പോവുകയും അവർക്ക് ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് അല്ലെങ്കിൽ പെർഫെക്ഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഹയസ്റ്റ് സ്റ്റേജ് ഓഫ് നഫ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള അറേഞ്ച് ദ നഫ്സ് ഫ്രം ലോവർ ടു ഹയർ സെൽഫ്. വേറെ ഒന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും എവിടെ പോയി? പ്യുവർ സെൽഫ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പം പ്യുവർ സെൽഫ് ഏറ്റവും ലാസ്റ്റ് വരുന്ന രണ്ട് ഓപ്ഷനാണ് അല്ലേ? ഇതും ഇതും. ബാക്കി നമുക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇൻസ്പയർഡ് സെൽഫാണ് ഫസ്റ്റ് വരുന്നത്, സെറീൻ സെൽഫ് സെക്കൻഡ്, പ്ലീസ്ഡ് സെൽഫ് തേർഡ്, പ്ലീസിങ് സെൽഫ് ഫോർത്തും, പ്യുവർ സെൽഫ് എന്താണ്? ഫിഫ്ത്തും ആണ് വരുന്നത്. അപ്പം പ്ലീസ്ഡ് കഴിഞ്ഞിട്ടാണ് പ്ലീസിങ് വരുന്നത് കേട്ടോ. അപ്പം എന്താണ് നമ്മുടെ ഓർഡർ വരുന്നത്? 3, 4, 5, 1, 2. നമ്മുടെ ഓപ്ഷൻസിൽ ഏതാത്? 3, 4, 5, 1, 2. ഓപ്ഷൻ ബി. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി. ഇനി ട്രയാഡിക് ഫൗണ്ടേഷന്റെ നഫ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇനി ബാക്കി രണ്ടെണ്ണം കൂടി ഉണ്ട്. എന്താണത്? ഖൽബും റൂഹും. അത് നമുക്ക് ബ്രീഫായിട്ടൊന്ന് പറയാം. ഖൽബ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ഹാർട്ട്, നോട്ട് ദ ഫിസിക്കൽ വൺ. ഫിസിക്കൽ ഹാർട്ടിനെയല്ല അവർ ഉദ്ദേശിക്കുന്നത്, ഒരു സ്പിരിച്വൽ ഹാർട്ടിനെയാണ്. ഓക്കെ, ഇറ്റ് മീഡിയേറ്റ്സ് ബിറ്റ്വീൻ നഫ്സ് ആൻഡ് റൂഹ്. നഫ്സിന്റെയും റൂഹിന്റെ ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആണ് എന്ത്? നമ്മുടെ ഖൽബ് എന്ന് പറയുന്നത്. The spiritual heart nourishes the soul with wisdom. Spiritual light also purifies the gross personality traits. സ്പിരിച്വൽ ഹാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സോളിനെ വിസ്ഡത്തിനെ കൊണ്ടും സ്പിരിച്വൽ ലൈറ്റിനെ കൊണ്ടൊക്കെ നെറിഷ് ചെയ്തിട്ട് നമ്മുടെ നമ്മുടെ മൊത്തത്തിലുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. കൺട്രോൾസ് നഫ്സ് ആൻഡ് ഡയറക്റ്റ് മാൻ ടുവേർഡ്സ് റൂഹ്. ഹാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ കൽബ് എന്ത് ചെയ്യുന്നുണ്ട്? നഫ്സിനെ കൺട്രോൾ ചെയ്തിട്ട് ആ ആളെ റൂഹിലേക്ക് പോകാനായിട്ട് എന്ത് ചെയ്യുന്ന ഒരു വഴികാട്ടിയുമായിട്ട് ഖൽബ് നിൽക്കുന്നുണ്ട്. മൂന്നാമത്തതാണ് എന്ത്? റൂഹ് അല്ലെങ്കിൽ സ്പിരിറ്റ്. ദ സ്പിരിറ്റ് ഓർ റൂഹ് ഇസ് ഇൻ ഡയറക്റ്റ് കണക്ഷൻ വിത്ത് ദ ഡിവൈൻ ഈവൻ വൺ ഇസ് അൺകോൺഷ്യസ് ഓഫ് ദ കണക്ഷൻ. ഒരാൾക്ക് ഈ ഒരു കണക്ഷനെ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിലും റൂഹും ഡിവൈനും അല്ലെങ്കിൽ ഓൾമൈറ്റി അല്ലെങ്കിൽ ഗോഡും തമ്മിൽ ഒരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. സ്പിരിറ്റ് ഇസ് holistic and extends to all aspects of the person, that is body, mind and soul. സ്പിരിറ്റ് എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് ആണ്. അത് ഒരു മനുഷ്യന്റെ എല്ലാ ആസ്പെക്ട്സിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ബോഡി ആയിരിക്കട്ടെ, മൈൻഡ് ആയിരിക്കട്ടെ, സോൾ ആയിരിക്കട്ടെ, എല്ലാ ആസ്പെക്ട്സിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഗോൾ ഇസ് ടു ഡെവലപ്പ് ദ സ്ട്രെങ്ത് ആൻഡ് ടു അച്ചീവ് ബാലൻസ് ബിറ്റ്വീൻ ദീസ് ലെവൽസ്. അപ്പം ഈ ലെവൽസ് തമ്മിലുള്ള ഒരു ബാലൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും അവർക്ക് ഒരു സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് റൂഹ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം സൂഫിസത്തിന്റെ പാത്തും നഫ്സും അതായത് ട്രയാഡിക് ഫൗണ്ടേഷനും സൂഫിസം എന്താണെന്നുള്ളത് നമ്മൾ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് ഒന്ന് ശ്രദ്ധിക്കുക, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് നോളജ് പാരഡൈംസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് PYQ അനാലിസിസ് ചെയ്യാം. എ ബേസിക് സെറ്റ് ഓഫ് ബിലീഫ്സ് ദാറ്റ് ഗൈഡ് ആക്ഷൻ ഇസ് കോൾഡ്. ജൂൺ 2023 ചോദിച്ച ചോദ്യമാണ്. എ ബേസിക് സെറ്റ് ഓഫ് ബിലീഫ്സ് ദാറ്റ് ഗൈഡ് ആക്ഷൻസ്. ബിലീഫിന്റെ ഒരു ബേസിക് സെറ്റ്, നമ്മുടെ ആക്ഷന് ഗൈഡ് ചെയ്യുന്ന ബേസിക് സെറ്റിന് നമ്മൾ എന്താണ് പറയുക എന്നാണ് പറയുന്നത്. 4 ഓപ്ഷൻസ്: ആക്സിയോളജി, പാരഡിം, റെട്ടോറിക്കൽ, ഓണ്ടോളജി. ഈ 4 ഓപ്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. ആക്സിയോളജി എന്ന് പറയുന്നത് ദിസ് റെഫേഴ്സ് ടു ദ സ്റ്റഡി ഓഫ് വാല്യൂസ് എസ്പെഷ്യലി എത്തിക്സ് ആൻഡ് എസ്തെറ്റിക്സ്. അപ്പം സ്റ്റഡി ഓഫ് വാല്യൂസ് ആണ് എന്ത് ആക്സിയോളജിയിൽ പറയുന്നത്. മെയിൻ ആയിട്ട് എത്തിക്സ് അല്ലെങ്കിൽ എസ്തെറ്റിക്സ് ആണ് അതിൽ പറയുന്നത്. എത്തിക്സ് എന്ന് പറയുന്നത് വാട്ട് ഇസ് മോറലി റൈറ്റ്, എന്താണ് മോറലി ശരിയായത് എന്നുള്ളതാണ് എത്തിക്സിൽ പറയുന്നത്. എസ്തെറ്റിക്സിൽ പറയുന്നത് വാട്ട് ഇസ് ബ്യൂട്ടിഫുൾ ഓർ മീനിങ് ഫുൾ, എന്താണ് ഭംഗി, എന്താണ് അതിന്റെ മീനിങ് ഫുൾ ആയിട്ട് വരുന്നത് എന്നുള്ളതൊക്കെയാണ് എന്ത് ആക്സിയോളജിയിൽ പറയുന്നത്. ഇൻ റിസർച്ച് ഇറ്റ് ഡീൽസ് വിത്ത് ദ റോൾ ഓഫ് റിസർച്ചേഴ്സ് വാല്യൂസ് ഇൻ ദ എൻക്വയറി ബട്ട് നോട്ട് ദ ഫുൾ ഗൈഡിങ് ബിലീഫ് സിസ്റ്റം. ഇപ്പം റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം ആക്സിയോളജി എന്ന് പറയുന്നത് റിസർച്ചിന് ഒരു എൻക്വയറിയിലുള്ള റിസർച്ചേഴ്സിന്റെ വാല്യൂ ആണ്. അതെന്തല്ല, ഒരു ഫുൾ ഗൈഡിങ് ബിലീഫ് സിസ്റ്റം അല്ല. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്ന ഒരു ബിലീഫ് സിസ്റ്റം ആയിരുന്നു അല്ലേ. അപ്പം
ആക്സിയോളജി ഈസ് എ കോമ്പണന്റ് ഓഫ് എ പാരഡിം, നോട്ട് ദ ഹോൾ സെറ്റ്. ആക്സിയോളജി എന്ന് പറയുന്നത് പാരഡിമിന്റെ ഒരു കോമ്പണന്റ് ആണ്, അതൊരു ഹോൾ സെറ്റ് ഓഫ് ബിലീഫ്സ് അല്ല എന്നാണ് ആക്സിയോളജിയിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ വന്നത് എന്താണ്? പാരഡിം. എ പാരഡിം refers to a basic set of beliefs or world view that guides action. പാരഡിം എന്ന് പറയുന്നത് ഒരു ബേസിക് സെറ്റ് ഓഫ് ബിലീഫ്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വേൾഡ് വ്യൂ ആണ്. അത് നമ്മൾ ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടി ഗൈഡ് ചെയ്യുന്ന ഒരു ബേസിക് സെറ്റ് ഓഫ് ബിലീഫ്സ് ആണ് എന്ത് പറയുന്നത്? പാരഡിം എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റിസർച്ച് ആൻഡ് സയൻസ്. പാരഡിം എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള പാരഡീമ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിരിക്കുകയാണ്. പാരഡീമയുടെ അർത്ഥം വരുന്നത് എന്താണ്? പാറ്റേൺ. എ പാരഡിം ഷേപ്സ് ഹൗ റിസർച്ചേഴ്സ് തിങ്ക് അബൌട്ട് പ്രോബ്ലംസ്, ചൂസ് മെത്തേഡ്സ് ആൻഡ് ഇന്റർപ്രറ്റ് റിസൾട്ട്സ്. ഇറ്റ് ആക്ട്സ് ആസ് എ ഫ്രെയിംവർക്ക് ഓർ ലെൻസ് ത്രൂ വിച്ച് നോളജ് ഈസ് ഡെവലപ്ഡ്. പാരഡിം എന്ന് പറയുന്നതാണ് എങ്ങനെ ഒരു റിസർച്ചർ ഒരു പ്രോബ്ലത്തിനെ പറ്റി ചിന്തിക്കുന്നു, അത് ഏത് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു, അതിന്റെ റിസൾട്ട്സ് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് ഷേപ്പ് ചെയ്യുന്നത് ആരാണ്? ഒരു പാരഡിം ആണ്. അപ്പം അത് എന്തൊക്കെയാണ് റിസർച്ചർ ചെയ്യുന്നത് എന്നുള്ളത് ഷേപ്പ് ചെയ്യുന്നത് ആരാണ്? പാരഡിം ആണ്. ഇറ്റ് ആക്ട്സ് ആസ് എ ഫ്രെയിംവർക്ക്, ഒരു ഫ്രെയിംവർക്ക് ആണ് എങ്ങനെ നോളജ് ഡെവലപ്പ് ചെയ്യുന്നു, റിസർച്ച് എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതിന്റെ ഒരു ഫ്രെയിംവർക്ക് ആണ് പാരഡിം എന്നുള്ളത്. ഇനി ഇറ്റ് ഇൻക്ലൂഡ്സ് ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി, മെത്തഡോളജി, ആക്സിയോളജി. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓണ്ടോളജി എന്ന് പറഞ്ഞാൽ എന്താണ് റിയാലിറ്റി, എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ എങ്ങനെ അതിനെ നമുക്ക് അറിയാം, ഹൗ ക്യാൻ വി നോ ഇറ്റ്. മെത്തഡോളജി എന്ന് പറയുന്നത് ഹൗ ഷുഡ് വി സ്റ്റഡി ഇറ്റ്, എങ്ങനെ എന്ത് മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മളത് പഠിക്കണം. ആക്സിയോളജി എന്ന് പറയുന്നത് വാട്ട് ഈസ് വർത്ത് നോയിങ്, അതിന്റെ വാല്യൂസ് എന്ന് നമ്മൾ ആക്സിയോളജിനെ പറ്റി നേരത്തെ പറഞ്ഞു. ഇനി തേർഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ ആണ് എന്ത്? റെട്ടോറിക്കൽ അല്ലേ. In qualitative research context, this refers to language and presentation choices in research. Example, formal as informal tone. Not a belief system that guides action. ഇതൊരു ബിലീഫ് സിസ്റ്റം, ഒരു ആക്ഷൻ ഗൈഡ് ചെയ്യുന്ന ഒരു ബിലീഫ് സിസ്റ്റം അല്ല. പകരം അത് എന്താണ്? അത് ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രസന്റേഷൻ ചോയ്സസ്, ഒരു റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് അല്ലെങ്കിൽ പ്രസന്റേഷൻ ചോയ്സസിനെയാണ്. മേ ബി ഫോർമൽ ആണോ ഇൻഫോർമൽ ടോൺ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് എന്ത് റെട്ടോറിക്കലിൽ വരുന്നത്. ഓക്കെ. ഇനി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റിസർച്ച്, പാരഡിംസ് റെട്ടോറിക്കൽ റിസർച്ച് ടു റെഫേഴ്സ് ടു എന്താണ്? ഹൗ നോളജ് ഇസ് കമ്മ്യൂണിക്കേറ്റഡ്, ദ ലാംഗ്വേജ്, വോയിസ് ആൻഡ് ടോൺ യൂസ്ഡ് ഇൻ റിസർച്ച്. അപ്പം എങ്ങനെ നോളജ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എങ്ങനെ വോയിസസ്, എന്ത് ലാംഗ്വേജ്, എന്ത് ടോണ് നമ്മൾ ആ റിസർച്ചിന് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ലാംഗ്വേജ് ബേസ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ് എന്ത്? റെട്ടോറിക്കൽ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ ആണ് എന്ത്? ഓണ്ടോളജി. ഓണ്ടോളജി നമ്മൾ ജസ്റ്റ് ബ്രീഫായിട്ട് അവിടെ നിന്ന് സ്റ്റേറ്റ് ചെയ്ത് അല്ലേ. ഓണ്ടോളജി ഡീൽസ് സ്പെസിഫിക്കലി വിത്ത് ദ നേച്ചർ ഓഫ് റിയാലിറ്റി ഓർ എക്സിസ്റ്റൻസ്. റിയാലിറ്റി എന്ത്, എക്സിസ്റ്റൻസ് എന്ത് എന്നുള്ളതാണ് ഓണ്ടോളജിയിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അതിന്റെ നേച്ചർ എന്ത് എന്നുള്ളതാണ് പറയുന്നത്. ഡീൽസ് വിത്ത് ദ ക്വസ്റ്റ്യൻസ് ലൈക്ക് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബീയിങ്, വാട്ട് ക്യാൻ ബി സെറ്റ് ടു എക്സിസ്റ്റ്, എക്സിസ്റ്റൻസ് എന്ത്, എന്താണ് റിയാലിറ്റി, എന്താണ് ബീയിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്, എക്സിസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഓണ്ടോളജിയിൽ വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ എൻറ്റയർ ഫ്രെയിംവർക്ക് ഓഫ് ഗൈഡിങ് ബിലീഫ്സ്. അതെന്തല്ല, ആ ഒരു ബിലീഫ് ഗൈഡ് ചെയ്യാൻ, ഒരു ആക്ഷൻ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൊത്തമായിട്ടുള്ള ഒരു ഫ്രെയിംവർക്കോ അല്ലെങ്കിൽ ഒരു ബിലീഫ് സെറ്റോ അല്ല. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത്? നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? പാരഡിം ആണ്, ഓപ്ഷൻ ബി. ഓക്കെ. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻസ് സൂഫിസത്തിൽ നിന്നും, മൂന്നാമത്തത് നോളജ് പാരഡിമിൽ നിന്നും. ഓക്കെ. ഇത് നല്ലോണം നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ കഴിയുന്നതും ക്വസ്റ്റ്യൻസ് തനിയെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് പോൾസും മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം അതിലൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. എഡ്ഫിലിൻ്റെ യൂട്യൂബ് ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാരണം നിങ്ങൾക്ക് എന്തെയില്ല, ഞങ്ങളുടെ ക്ലാസ്സസ് ഒന്നും മിസ്സാവാതെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിനായിട്ട് എഡ്ഫിലിൻ്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ. ഹാവ് എ ഗുഡ് ഡേ.